ഇവനിങ്ങനെ മ്യൂസിയത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോക്കറ്റിൽ നിന്ന് ഹാൻഡ്സപ്പ് എന്നും പറഞ്ഞൊരു സൗണ്ട് കേട്ടു. അവ അതിന് പുറത്തേക്ക് എടുത്തപ്പോൾ വിരലിന്റെ അത്ര പോലും ഇല്ലാത്ത ഒരു ചെറിയ മനുഷ്യനായിരുന്നു അത്. ഈ ടൈനി ആയിട്ടുള്ള മനുഷ്യൻ എവിടെന്നാ അവന്റെ പോക്കറ്റിൽ വന്നതെന്ന് വെച്ചാൽ, ഒരു ദിവസം നമ്മുടെ നായകന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയത്തിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി കിട്ടുന്നു. വലിയ മ്യൂസിയം ഒക്കെ ആണെങ്കിലും ഒന്ന് രണ്ട് പേര് സന്ദർശിക്കാൻ വന്നാലായി. അവിടെ ഉള്ളതിൽ ഏറ്റവും വ്യത്യസ്തമായ പ്രതിമയാണിത്. ഇദ്ദേഹം അമേരിക്കയിലെ 26ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പഴയ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഇവൻ തന്റെ ജോലി സ്റ്റാർട്ട് ചെയ്തു. ബോറടി മാറാൻ വേണ്ടി കുറച്ചു നേരം ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറക്കം പോവാൻ വേണ്ടി ഉലാത്തിക്കൊണ്ടിരുന്നപ്പോൾ ഡ്രാഗൺ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു പൊടി പോലും കാണാനില്ല. അന്വേഷിച്ച് ചെന്നപ്പോൾ 2000 വർഷം മുമ്പ് മരിച്ച ഡ്രാഗൺ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ശ്രദ്ധ നേരെ ഇവനിലേക്ക് വീണു. അത് കണ്ടത് ഇവൻ പേടിച്ചോടാൻ തുടങ്ങി. ആ ഡ്രാഗന്റെ കാലിന്റെ പവർ കൊണ്ട് മ്യൂസിയം വരെ കുലുങ്ങാൻ തുടങ്ങി. ഇവനാണെങ്കിൽ രക്ഷപ്പെട്ട് ഒരു ടേബിളിന്റെ അടി കയറി നിന്നിട്ട് പഴയ സെക്യൂരിറ്റി ഗാർഡ്സിനെ ഫോണിൽ വിളിച്ചു. അവര് പറഞ്ഞത് ഞങ്ങൾ തന്ന ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ട് അതുപോലെ ചെയ്യാനാണ്. ഡ്രാഗന് ജീവൻ വെച്ചാൽ എന്ത് ചെയ്യണമെന്നും ആ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ശരീരത്തിൽ നിന്ന് എല്ലെടുത്തിട്ട് ദൂരേക്ക് എറിയാനായിരുന്നു ആ ബുക്കിൽ പറഞ്ഞത്. അവൻ അങ്ങനെ ഡ്രാഗന്റെ ശ്രദ്ധ മാറ്റിയിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷെ അത് കറങ്ങി അവന്റെ മുമ്പിൽ തന്നെ വന്നു. വിചാരിച്ചതുപോലെ അതൊരു വയലന്റ് ആയ ഡ്രാഗൺ അല്ലായിരുന്നു. അതിന് അവന്റെ കൂടെ കളിക്കണം, അതിനു വേണ്ടിയാണ് ഇത്രയൊക്കെ ചെയ്തത്. തിരിഞ്ഞു നോക്കിയപ്പോ ആ ഡ്രാഗന് മാത്രമല്ല ജീവൻ വെച്ചത്, അവിടെ ഉണ്ടായിരുന്ന ആനയ്ക്കും കിളികൾക്കും പിന്നെ ആദിമ മനുഷ്യന്മാരുടെ പ്രതിമകൾക്ക് കൂടി ജീവൻ വെച്ചിരുന്നു. ഈ മ്യൂസിയത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സൂര്യൻ അസ്തമിച്ചതിനു ശേഷം എല്ലാ പ്രതിമകൾക്കും ജീവൻ വയ്ക്കും. അത് അവനിട്ട് വട്ടം കറക്കുകയാണ്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയപ്പോ 2000 വർഷം മുമ്പ് മരണപ്പെട്ട പ്രശസ്ത എഴുത്തുകാരി ജീവനോടെ നിൽക്കുന്നു. ഈ മാപ്പ് നോക്കിക്കൊണ്ട് പോകുന്ന ആളാണ് കൊളംബസ്. പുള്ളിയുടെ കൂടെ നടന്നവൻ തൊട്ടടുത്ത റൂമിലേക്ക് എത്തി. അവിടെ കാട്ടിലെ രാജാക്കന്മാർ ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഓടി ഇവൻ ആ വാതിലിന്റെ അവിടെ എത്തി. പൂട്ടൻ താക്കോൽ നോക്കിയപ്പോ താക്കോൽ കാണുന്നില്ല. അതാ വൃത്തികെട്ട കുരങ്ങൻ അടിച്ചു മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. താക്കോൽ തന്ന പഴം തരാമെന്ന് പറഞ്ഞ് ആ കുരങ്ങനെ താഴേക്ക് എത്തിച്ചു. പക്ഷെ പഴം കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതുകൊണ്ട് ആ കുരങ്ങൻ അവന്റെ മൂക്ക് കടിച്ചു പറിച്ചെടുത്തു. എങ്ങനെയൊക്കെ താക്കോല് കയ്യിൽ കിട്ടിയെങ്കിലും ആ കുരങ്ങ് അടങ്ങിയില്ല. ഇവന്റെ മേത്തേക്ക് മൂത്രം ഒഴിച്ച് പ്രതിഷേധിച്ചു.